എല്ലാവർക്കും നമസ്കാരം. അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഇത് ക്യാൻസലേഷൻ മെത്തേഡിൻ്റെ അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ മെത്തേഡിൻ്റെ രണ്ടാമത്തെ പാർട്ട് ക്ലാസ്സാണ്. അപ്പോൾ ആർക്കെങ്കിലും ഒട്ടും അറിയാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഒട്ടും അറിയാത്തവർ, അല്ലാത്തവർ ഏകദേശം അറിയാവുന്നവർക്ക് ഈ ക്ലാസ് കണ്ടാലും മതി. ഒട്ടും അറിയാത്തവർ വളരെ ബേസിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പാർട്ട് 1. അത് കണ്ടതിന് ശേഷം പാർട്ട് 2 വരാം. ഓക്കെ, നമുക്ക് ആദ്യം ചെറിയൊരു ഫ്രാക്ഷൻ വെച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. അതായത് ഇപ്പോൾ 24/3 നമുക്ക് നോക്കാം. ഈ 24/3 ഉള്ളത് അതെന്താണ് അതിൻ്റെ അർത്ഥം? അതായത് 24നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ നോക്കുന്നത്? ഈ 24ൽ എത്ര 3 ഉണ്ടെന്നല്ലേ നോക്കുന്നത്? 24ൽ എത്ര 3 ഉണ്ട്? അതായത് 8 3s are 24 ആണല്ലോ. അപ്പം നമ്മളിവിടെ എന്ത് എഴുതും? 8 എന്ന് എഴുതും. 8 3s are 24. അപ്പം അങ്ങനെ ഡിവിഷൻ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ എന്താണ് നോക്കുന്നത്? 24ൽ എത്ര 3 ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. 24ൽ 8 3 ഉണ്ട്. അപ്പോൾ ഈ സിംപ്ലിഫിക്കേഷൻ മെത്തേഡ്, അതായത് നമ്മൾ റിഡക്ഷൻ മെത്തേഡിൽ നമ്മൾ എന്തോ ചെയ്യുന്നത്? അതായത് നമ്മൾ ഒരു കോമൺ ഫാക്ടറിനെ, അതായത് ഇവിടെ കോമൺ ഫാക്ടറായിട്ട് നമ്മൾ എടുക്കുക 3 ആണ്. ഈ 3 ഏതാ? ഈ ഡിനോമിനേറ്ററിൽ 3 ആണ്. ഈ ഡിനോമിനേറ്ററിൽ ഒറ്റ നമ്പറായിട്ട് നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ നമ്പറിനെ കോമൺ ഫാക്ടറാക്കി എടുത്തിട്ട് മേലത്തെ നമ്പർ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് 24 എന്ന് പറഞ്ഞ ഈ നമ്പറിൽ എത്ര 3 ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ആണല്ലോ, അതാണ് നമ്മൾ ഇവിടെയും ചെയ്തത്. ഓക്കെ, സെയിം സാധനമാണ്. നമ്മൾ ഇതുപോലെ ഡിവൈഡ് ചെയ്യുന്നു. ഇത് ചെയ്യാതെ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്നതാണ് ഈ ഒരു കട്ടിംഗ് മെത്തേഡ്. അതിനാണല്ലോ നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 3നെയാണ് കോമൺ ഫാക്ടറാക്കി എടുത്തത്. നോക്കുക, 3ൽ എത്ര 3 ഉണ്ട്? 1 അല്ലേ? നമ്മളെന്താ നോക്കുന്നത്? 24ൽ എത്ര 3 ഉണ്ടെന്നാ? 24ൽ എത്ര 3 ഉണ്ട്? 8 3s are 24 അപ്പോൾ 24ൽ എത്ര 3 8 അല്ലേ? അപ്പം നമുക്കിവിടെ എന്ത് ആൻസർ കിട്ടും? 8/1 എന്ന് വെച്ചാൽ എന്താണ്? 8 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് ഞാൻ ചുമ്മാ എഴുതിയതാണ്. അതായത് മനസ്സിലാക്കുക, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. വെറുതെ 2ൽ 3 ഉണ്ടോ 4ൽ 3 അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. 24ൽ എത്ര 3 ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 3ൽ എത്ര 3 ഉണ്ടെന്ന് ചോദിച്ചാൽ 1. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒട്ടും അറിയാത്തവർക്ക് സംഭവം എന്താണെന്ന് മനസ്സിലാവണം. അതിനാണ് ഇതൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വലിയ നമ്പർ ഇട്ടിട്ട് അടുത്ത് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു 4 2 6 2 വെച്ച് ചെയ്ത് നോക്കാം. ആദ്യം ചെറിയൊരു നമ്പർ ഇട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, ആ ചെറിയ നമ്പർ ഇട്ടിട്ട് വലിയ നമ്പറിലോട്ട് നമുക്ക് പോവാം. നമ്മളിവിടെ എന്താ നോക്കുന്നത്? ഈ 2നെയാണ് നമ്മളിവിടെ കോമൺ ഫാക്ടറാക്കി എടുക്കുന്നത്. ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? മേലത്തെ നമ്പറിൽ എത്ര 2 ഉണ്ട്? അതായത് 426ൽ എത്ര 2 ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനാണല്ലോ നമ്മൾ ഈ ഡിവിഷൻ ചെയ്യുന്നത്. എങ്ങനെ ചെയ്യും? 426ൽ എത്ര 2 ഉണ്ട്? ഇത് നമുക്ക് സമയം എടുക്കൂലേ ചെയ്യാൻ? അത് കുറയ്ക്കാനായി, ആ സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ നോക്കേണ്ടത്? നമ്മൾ ഓരോന്ന് വെച്ച് നോക്കുക. അതായത് 4ൽ എത്ര 2 ഉണ്ട്? 2 അല്ലേ? 2ൽ എത്ര 2 ഉണ്ട്? 1. 6ൽ എത്ര 2 ഉണ്ട്? 3. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്ത് ആൻസർ കിട്ടി? 213 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ഒരു നമ്പർ നോക്കാം. 644 നോക്കാം. 2 വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പം ആദ്യം ചെറിയ നമ്പർ നോക്കിയിട്ട് വലിയ നമ്പറിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ 2ൽ എത്ര 2 ആണ്? 1. നമ്മളിവിടെ എന്താണ് കോമൺ ഫാക്ടറാക്കി എടുക്കുന്നത്? 2. അതായത്
ഈ ന്യൂമറേറ്ററിലുള്ള നമ്പറിനെയും ഡിനോമിനേറ്ററിലുള്ള നമ്പറിനെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും നമ്പറിനെ സെയിം ഒരൊറ്റ കോമൺ ഫാക്ടർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഇതിലെത്ര 2 ഉണ്ട്, താഴെ എത്ര 2 ഉണ്ട്. ഓക്കെ, ഇനി ഞാനിത് പറയില്ല, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 2 കോമൺ ഫാക്ടർ ആക്കി എടുക്കുമ്പോൾ 6ൽ എത്ര 2 ഉണ്ട്, 3 ആണ്. 4ൽ എത്ര 2 ഉണ്ട്, 2. ഈ 4ൽ എത്ര 2 ഉണ്ട്, 2. അപ്പോൾ നമുക്കിവിടെ എത്ര ആൻസർ, 322. ഓക്കെ, ഇനി വേറെ നോക്കാം. 366. ഇത് നമുക്ക് 3 വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ 3ൽ എത്ര 3, 1. ഈ 3ൽ എത്ര 3 ഉണ്ട്, 1 അല്ലേ. 6ൽ എത്ര 3 ഉണ്ട്, 2. ഈ 6ൽ എത്ര 3 ഉണ്ട്, 2. അപ്പോൾ എത്ര ആൻസർ, 122. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 396 നോക്കാം. ഇതും നമുക്ക് 3 ഇട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, 3ൽ ഒരു 3. ഈ 3ൽ എത്ര 3 ഉണ്ട്, 1. 9ൽ എത്ര 3 ഉണ്ട്, 3. 6ൽ എത്ര 3 ഉണ്ട്, 2. ആൻസർ എത്രയാണ്, 132. ഓക്കെ, അടുത്ത് നോക്കാം. 8124 നോക്കാം. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ സംശയം ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇത് എല്ലാവരും ശ്രദ്ധിക്കണേ. നമ്മൾ 4 വെച്ചാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ കോമൺ ഫാക്ടർ ഏതാണ്, 4 ആണ് നമ്മുടെ കോമൺ ഫാക്ടറായിട്ട് എടുക്കുന്നത്. അതായത് 8124ൽ എത്ര 4 ഉണ്ട്. നമുക്കിത് മൊത്തത്തിലെടുത്ത് ചെയ്യണോ, വേണ്ട. നമുക്ക് ഓരോരോ നമ്പറായിട്ട് എടുത്തിട്ട് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കുക 8. 8ൽ എത്ര 4 ഉണ്ട്, 2 അല്ലേ. അടുത്ത നമ്പർ ഏതാണ്, 1 ആണ്. 1ൽ 4 ഉണ്ടോ, 1ൽ ആകെ 1 അല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി അടുത്ത നമ്പറിൽ ഈ പറഞ്ഞ കോമൺ ഫാക്ടർ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതായത് എത്ര ഉണ്ടെന്ന് നോക്കാൻ സാധിക്കില്ല, അവിടെ 1 ആണ്. ഇമ്മീഡിയറ്റ്ലി നമ്മളിവിടെ ഒരു 0 ഇടുക. ഓക്കെ, എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 1നെയും 2നെയും, ഈ 1ലാണല്ലോ നമുക്ക് 4 ഇല്ലാത്തത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ 1നെ തൊട്ടടുത്ത 2 ആയിട്ട് ചേർത്ത് വെച്ച് അതിനെ 12 ആക്കി എടുത്തിട്ട് ഈ 12ൽ എത്ര 4 ഉണ്ടെന്ന് നോക്കാം. 12ൽ എത്ര 4 ഉണ്ട്, 3 അല്ലേ. 3 4s are 12. ഓക്കെ, ഇനി ഈ 4ൽ എത്ര 4 ഉണ്ട്, 1 അല്ലേ. അപ്പോൾ നമുക്കിവിടെ എത്ര ആൻസർ കിട്ടും, 2031. ഓക്കെ, ക്ലിയർ അല്ലേ. അടുത്തൊന്ന് നോക്കാം. 4812 ഡിവൈഡഡ് ബൈ 4 ഇട്ട് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിലും ഈ 4ൽ എത്ര 4 ഉണ്ട്, 1. 8ൽ എത്ര 4 ഉണ്ട്, 2. ഈ 1ൽ 4 ഉണ്ടോ, ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ 1നെ ഈ 2നോട് ചേർത്ത് വെച്ച് 12 എന്നാക്കുക. എന്നിട്ട് ഈ 12ൽ എത്ര 4 ഉണ്ടെന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. എത്ര 4 ഉണ്ട്, 3 അല്ലേ. 3 4s ആണ് 12. 3 4s are 12. അപ്പോൾ 12ൽ എത്ര 4 ഉണ്ട്, 3 അല്ലേ. അതാണ് നമ്മളിവിടെ 3 എന്ന് എഴുതിയത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്, 1203. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. $510 ഡിവൈഡഡ് ബൈ 5. നമ്മൾ 4 വരെ ചെയ്തു. ഇനി അടുത്തത് 5 ഇട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 5ൽ എത്ര 5 ആണ്, 1. ഈ 5ൽ എത്ര 5 ഉണ്ട്, 1. ഓക്കെ, ഇവിടെ 1 വന്നു അല്ലേ. 1ൽ 5 ഉണ്ടോ,
ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി ഇവിടെ ഒരു 0 നമ്മൾ ഇട്ടേക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 1നെയും 0നെയും ഒരുമിച്ചാക്കുക. ഈ 1ലായിരുന്നില്ലേ നമുക്ക് 5 കുറയ്ക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പം നമ്മളിവിടെ 0 ഇട്ടു, ഈ 1നെയും 0നെയും ഒരുമിച്ചെടുത്തു. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 10ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കണം. എത്രയാണ് ഉള്ളത്? 2 അല്ലേ? അപ്പം നമ്മളെ ആൻസർ എത്രയാണ്? 102. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1020 നോക്കാം. ഇതിനെ നമുക്ക് 5 ഇട്ട് ചെയ്യാം. ഇതിങ്ങനെ 0 ഇട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും എടുത്ത് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ 5ൽ എത്ര 5 ഉണ്ട്? 1. 10ൽ എത്ര 5 ഉണ്ട്? അതായത് നമ്മൾ ആദ്യം 1 ആണ് എടുക്കേണ്ടത്. ഓക്കെ, 1ൽ 5 ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത നമ്പറായിട്ട് ചേർത്ത് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനെ 10 ആയിട്ട് എടുക്കാം. അപ്പോൾ 10ൽ എത്ര 5 ആണ് ഉള്ളത്? 2. ഓക്കെ, 2ൽ 5 ഉണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ 2നോട് 20നെ ചേർത്ത് വെച്ച് ഇതിനെ 20 ആക്കി എടുക്കാം. എന്നിട്ട് 20ൽ എത്ര 2 ഉണ്ടെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പം ഇത് ചെയ്തല്ലോ. നമ്മൾ ആദ്യം 5 നോക്കി. 5ൽ 5 ഉണ്ട്. അപ്പം നമ്മൾ 15 എന്ന് അവിടെ എഴുതി ആണല്ലോ. അടുത്ത നമ്പർ ഇതിൻ്റെ ഇടയിലുള്ള നമ്പറിലാണ് നമുക്ക് ഇല്ല എങ്കിൽ, അതായത് ഇവിടെ 1 വന്നല്ലോ, അപ്പം 1ൽ 5 ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ മേലെ ഒരു 0 ഇട്ടു. ഇങ്ങനെ 0 ഇടുന്നത് ഇടയിലുള്ള നമ്പറിലാണ് ഇല്ലാതാവുമ്പോൾ നമ്മൾ മേലെ 0 ഇടുന്നത്. അല്ലാതെ നമ്മൾ ഇവിടെ 1 വന്നല്ലോ, ആദ്യം 1 വന്നല്ലോ, അപ്പം നമ്മൾ 0 ഇടണ്ട. ആദ്യം 0 ഇട്ടാൽ അതിന് വാല്യൂ ഇല്ല ആണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ആദ്യത്തെ നമ്പറിന് വരുമ്പോൾ നമ്മൾ 0 ഒന്നും ഇടണ്ട, തൊട്ടടുത്ത 0 ചേർത്ത് വെച്ചിട്ട് അതിനെ അങ്ങോട്ട് കട്ട് ചെയ്യാം ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 2 കിട്ടി. ഓക്കെ, അടുത്ത നമ്പർ നമുക്ക് എന്ത് കിട്ടി? 2 ആണ് കിട്ടിയത്. 2ൽ 5 ഉണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ ഈ 2നെയും 0യെയും ചേർത്ത് വെക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് 20ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കണം. 20ൽ എത്ര 5 ഉണ്ട്? 4 അല്ലേ? അപ്പം നമ്മളെ ആൻസർ എത്രയാ? 204. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് രണ്ടും മനസ്സിലായല്ലോ? ആദ്യത്തെ നമ്പർ, അതായത് ആദ്യത്തെ നമ്പറിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റൂല. അതായത് 1ൽ 5 ഇല്ല. അപ്പം നമ്മൾ തൊട്ടടുത്ത 0 ആയിട്ട് ചേർത്ത് ഇടുക. ഇടയിൽ വരുമ്പോൾ, അതായത് ഇതുപോലെ വരുമ്പോൾ, ഇവിടെ 1 വന്നല്ലോ, അതിൽ 5 ഇല്ല. ഇവിടെ 2 വന്നല്ലോ, അതിലും 5 കുറയ്ക്കാൻ നമുക്ക് പറ്റൂല. അങ്ങനെ വരുമ്പം, ഇടയിൽ വരുമ്പം നമ്മൾ ഇമ്മീഡിയറ്റ്ലി അവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. ഇവിടെ 0 ഇടുക, ഇവിടെ 0 ഇടുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഈ 2നെയും 0നെയും, ഈ 2ൽ 5 കുറയ്ക്കാൻ ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ 0 ഇട്ടത്. അതിന് ശേഷം നമ്മൾ ഈ 2നെയും 0നെയും ഒരുമിച്ചാക്കിയെടുത്ത് ഇതിലെത്ര 4 ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇവിടെ 0ൽ ഇല്ലെന്ന് വിചാരിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഒരുമിച്ചെടുത്തല്ലോ, എന്നിട്ട് ഇതിനെ ഒരുമിച്ച് വെട്ടിയല്ലോ, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത ഓരോ പ്രോബ്ലം ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് ഈ ഒരു നമ്പർ ഇട്ട് ചെയ്ത് നോക്കാം. ഇതെങ്ങനെ നമ്മൾ ചെയ്യും? 6 വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് കാണുമ്പം നമുക്കറിയാം 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 18ഉം വരുന്നുണ്ട്, 24ഉം വരുന്നുണ്ട് ആണല്ലോ. അപ്പോൾ നമുക്കിത് 6 വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടത്? ഈ 1ൽ പോകുമെന്നാണ് ആദ്യം നോക്കേണ്ടത്. ഞാനിതൊന്നുകൂടെ മാറ്റി എഴുതാം. ഓക്കെ, 6ൽ 6 ഒരു തവണ. ഈ 1ൽ 6 ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 18നെ എടുക്കണം. ഓക്കെ, 18ൽ എത്ര 6 ഉണ്ട്? 3 അല്ലേ? 3 നമ്മളിവിടെ എഴുതി. ഈ 2ൽ 6 ഉണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ഒരു 0 ഇടണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 24നെ എടുക്കണം. ഓക്കെ, 24ൽ എത്ര 6 ഉണ്ട്? 4 6 ഉണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും?
304. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം. 6ൽ ഒരു 6, ഓക്കെ, അതറിയാം. നമ്മൾ 1 എടുക്കും. 1 എടുത്തു കഴിഞ്ഞാൽ 1ൽ 6 ഇല്ല, 1ൽ ആകെ ഒരു 1 ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? തൊട്ടടുത്ത നമ്പർ എടുക്കുക, 18 ആക്കി എടുക്കുക. 18ൽ എത്ര 6 ഉണ്ട്? 3 അല്ലേ? നമ്മളിവിടെ 3 ഇട്ടു. അടുത്ത് നോക്കുക, ഇവിടെ 2 ആണ്. 2ൽ 6 ഇല്ല, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 2നെ 4നോട് ചേർത്ത് വെച്ച് 24 എന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ 4 6 ആർ എത്രയാണ്? 24 അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 24 എന്നുള്ളത് വെട്ടി 4 ആക്കുക. ഓക്കെ, 24ൽ എത്ര 6 ഉണ്ട്? 4 അല്ലേ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പ്രോബ്ലം നോക്കാം. 7140 നോക്കാം. ഇവിടെ 70 ആണെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യും നമ്മൾ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഏതിനെയാണ് ക്യാൻസൽ ചെയ്യുക? ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള ഈ 0നെ നമുക്ക് വേണ്ട, അതിനെ നമുക്കങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ഏതാണുള്ളത്? 714 ഉണ്ട്. എന്ത് ചെയ്യുക? ഈ 7ൽ 7 എത്രയുണ്ട്? നമ്മളിവിടെ ഏതാണ് കോമൺ ഫാക്ടറാക്കി എടുക്കുന്നത്? 7 ആണ്. ഇവിടെ ഏതായിരുന്നു? 6 ആണ്. അതുപോലെ ഇവിടെ ഏതാ? 5. ഓക്കെ, അപ്പോൾ ഈ 7ൽ എത്ര 7 ഉണ്ട്? 1 ആണ്. നമുക്കിവിടെ വീണ്ടും 1 വന്നു അല്ലേ? 1ൽ 7 ഉണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് ഓൾറെഡി കട്ട് ചെയ്ത് കളഞ്ഞു, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഈ 1നെയും ഈ 14നെയും ഒരുമിച്ച് എഴുതുക. 14ൽ എത്ര 7 ഉണ്ട്? 2 അല്ലേ? നമ്മളെ ആൻസർ എത്രയാണ്? 102. ഓക്കെ, ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇനി പാർട്ട് 3യിൽ നമ്മൾ കുറച്ച് തൊട്ടടുത്ത ലെവലിലുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഒരു 16 24 0 ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 0 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് നമുക്ക് വേണ്ട, അതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, എന്നിട്ട് 8നെ നോക്കാം. 8ൽ എത്ര 8 ഉണ്ട്? 1. 16ൽ എത്ര 8 ഉണ്ട്? 2 അല്ലേ? അതായത് 2 8s are 16 ആണ് അല്ലേ? അടുത്ത് നമുക്ക് 2 വന്നു. 2ൽ 8 ഉണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളിവിടെ ഒരു 0 ഇടണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ 2നെയും 4നെയും ഒരുമിച്ച് 24 എന്നെടുത്തിട്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്യണം. അങ്ങനെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ 3 8s ആണ് 24 ആണല്ലോ. അപ്പോൾ 24ൽ എത്ര 8 ഉണ്ട്? 3 ആണ്. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടി? 203. ഓക്കെ, ഇത്ര എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതായത് പല നമ്പറിലും നമുക്ക് വരുമ്പോൾ ചെയ്യേണ്ട മെത്തേഡ് പല ടൈപ്പിലുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. മാത്സ് ചെയ്ത് പഠിക്കാം. നോക്കിയിരുന്ന് കണ്ട് പഠിക്കരുത്, ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമുക്ക് എക്സാമിനും കറക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. ഓക്കെ.